മേഖലയിലും അല്ലെങ്കിൽ ലോകത്ത് വിവിധ ഇടങ്ങളിൽ ചെന്ന് താമസിക്കുന്നതിലും അവിടെയൊക്കെ വിവിധ ഉയരങ്ങൾ കീഴടക്കുന്നതിലുമൊക്കെ നമ്മൾ മലയാളികൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചുവെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അല്ലെങ്കിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പല പ്രവണതകളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ നമ്മൾ വളരെ അക്കാദമിക സമൂഹം എന്നുള്ള നിലയിൽ വളരെ ക്രിട്ടിക്കലായി തന്നെ അതിനെ കണ്ടുപോകേണ്ടതുണ്ട്. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന ഗവേഷക സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ സയൻറ്റിസ്റ്റുകൾ എന്നുള്ള നിലയിൽ ആ ഒരു കപ്പാസിറ്റിയിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നമ്മളിവിടെ നടത്തുന്ന ഗവേഷണങ്ങളും നമ്മളുടെ ഇടപെടലുകളും ഒക്കെ നമ്മൾ നടത്തുമ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് അതിനെല്ലാം നമ്മൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് നൂറ്റാണ്ടുകൾ പുറകിലേക്ക് പോകുന്ന ഒരു സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇതിനെയൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്ത് ആകമാനം നടക്കുന്ന ശാസ്ത്രത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെയും പൊതുചരിത്രത്തെ അടക്കം തിരുത്തി എഴുതാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചില പ്രസ്താവനകളൊക്കെ നമ്മൾ വളരെ കേൾക്കുന്നുണ്ട്. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ്സ് ഇഷ്യൂ ഉണ്ടായത് ഇന്ത്യയിലാണെന്നും അല്ലെങ്കിൽ വിമാനം ആദ്യമായി കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണെന്നും ഇത്തരത്തിലൊക്കെയുള്ള നമ്മുടെ ലോജിക്കിനെ അല്ലെങ്കിൽ നമ്മളുടെ സയൻസിനെ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള വസ്തുതകളെ വളച്ചൊടിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഭരണകൂടം സ്പോൺസർ ചെയ്ത് തന്നെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ശാസ്ത്രം മുന്നോട്ട് നമ്മൾ എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യത്തെ അടിസ്ഥാനമാക്കി ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത്. നമ്മളോട് സംവദിക്കാനായിട്ട് നമ്മളോട് ഈ വിഷയം സംസാരിക്കുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് അതിന് ഏറ്റവും യോജിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ജോജി കുട്ടുമൽ സാറാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഒരു സ്കൂൾ അധ്യാപകനാണ് മാഷ്. കോട്ടയം സ്വദേശിയാണ്, കുമരകമാണ് സാറിൻ്റെ സ്വദേശം. സാറാണ് വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. അതിനുശേഷം ഇതൊരു ഫോർമലായിട്ടുള്ള ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിലല്ല, നമ്മളുടെ ഒരു ചർച്ചയും നമ്മളുടെ ഒരു ഇൻട്രാക്ഷനും എല്ലാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഗവേഷക സമൂഹത്തിനും ഇവിടെ അധ്യാപക സുഹൃത്തുക്കളുണ്ട്. അവർക്ക് എല്ലാവർക്കും അതിനകത്ത് പങ്കെടുക്കാൻ കഴിയുമെന്നും നിങ്ങളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വിഷയ അവതരണത്തിന് ശേഷം നമ്മുടെ ക്യാമ്പസിലെ PG കുട്ടികൾ, അത് ഇന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് എന്നില്ല, പല ഡിപ്പാർട്ട്മെൻറ്റുകളിലെ കുട്ടികൾ ചേർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹാർമണി ഓഫ് MGU എന്നുള്ള രീതിയിൽ ഒരു സംഗീത കൂട്ടായ്മ രൂപീകരിക്കുകയുണ്ടായി. അവരുടെ ഒരു ആദ്യത്തെ പെർഫോമൻസ് നമ്മുടെ ക്യാമ്പസിലെ ഇത് ഇന്നിവിടെ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പരിപാടികളിലേക്കും ആദ്യം നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മളോട് ഇന്ന് വിഷയം സംബന്ധിക്കാൻ വന്നിട്ടുള്ള നമ്മുടെ ജോജി മാഷിനെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മാഷിന് വിഷയം അവതരിപ്പിക്കാനായിട്ട് മാഷിനെ ക്ഷണിക്കാം. ഈ വിഷയത്തിൻ്റെ തലക്കെട്ട് കണ്ടപ്പോൾ അതിലൊരു നെഗറ്റീവ് ചുവയില്ലേ എന്ന് എനിക്ക് തോന്നി. സയൻസ് ഇങ്ങനെ പുരോഗമിക്കുകയാണ്, നമ്മൾ അതിലല്ലാതെ വേറെ അങ്ങോട്ടോ പോവുകയാണ് എന്ന ഒരു ധ്വനി ഒരു ടൈറ്റിലുണ്ട്. അങ്ങനെ ധ്വനിപ്പിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. തീരെ തള്ളിക്കളയാവുന്ന ഒന്നല്ല ആ ഭയം. നരബലി വന്നപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് അതിലേക്ക് എല്ലാവരും നടുങ്ങിയത്. നരബലി അവസാനത്തെ ഒരു പ്രവർത്തനമാണ്. മനുഷ്യൻ എങ്ങനെയാണ് ഈ അഭൗമ ശക്തികളിൽ, മാനുഷികമല്ലാത്ത ശക്തികളിൽ വിശ്വസിച്ചു തുടങ്ങി? ആ വിശ്വാസമാണോ സയൻസാണോ ആദ്യം ഉണ്ടായത്? അത് രണ്ടും ഒരേ പ്രതിഭാസത്തിൽ നിന്നും ആരംഭിച്ചതാണ്. നിങ്ങൾ എങ്ങനെയാണോ സയൻസ് പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ് അത്തരം വിശ്വാസങ്ങളും ആരംഭിക്കുന്നത്. അത് രണ്ടും പ്രകൃതി നിരീക്ഷണത്തിൻ്റെ ഫലമാണ്. മനുഷ്യൻ പ്രകൃതിയെ നോക്കിക്കാണുമ്പോൾ ആദ്യകാലത്ത് ഒരുപാട് ഭൗതിക പ്രതിഭാസങ്ങൾ മുന്നിൽ കാണാം. ആകാശത്ത് പലതരം
തേജോ ഗോളങ്ങൾ ഉദിച്ച് അസ്തമിക്കുന്നു. ചില കാലത്ത് മഴ പെയ്യുന്നു, ചില കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഒരു ചെറിയ വിത്ത് മുളച്ച് വളർന്ന വലിയ മരമായി തീരുന്നു. ജീവികൾ ജനിച്ച് വളർന്ന് മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ഒരു കാലത്ത് മനുഷ്യൻ പ്രകൃതിയെ തുടർച്ചയായി നിരീക്ഷിക്കാൻ തുടങ്ങി. ആ നിരീക്ഷണത്തിൽ നിന്നാണ് സയൻസ് ഉണ്ടാകുന്നത്. നിരീക്ഷിച്ച് കണ്ടെത്തുന്ന വസ്തുതകളെ വർഗീകരിച്ച് ക്രോഡീകരിച്ച് തുടർച്ചയായുള്ള നിരീക്ഷണത്തിൻ്റെ ഫലമായി കിട്ടുന്ന നിഗമനങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു മനസ്സിലാവുന്ന ഉദാഹരണം പറഞ്ഞാൽ, ഈജിപ്തുകാരാണ് ആദ്യം ഒരു വർഷത്തിന് 365 ദിവസം ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈജിപ്തിൽ നൈൽ നദിയുണ്ട്. നൈൽ നദിയിൽ എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാവും. നൈൽ നദിയിലെ വെള്ളപ്പൊക്കം വളരെ രൂക്ഷമാണ്, ശക്തമാണ്. വെള്ളപ്പൊക്കം കഴിയുമ്പോൾ നദിയുടെ 2 കരകളിലുമുള്ള കൃഷിഭൂമി പലതും ഇല്ലാതായിട്ടുണ്ടാവും. ആ കാലത്ത് ഭൂമി അളന്ന് തിരിച്ച് അതിർത്തി രേഖപ്പെടുത്തുന്ന, സ്ഥിരമായി അങ്ങനെ അതിർത്തി കാണിക്കാൻ പറ്റിയ സംവിധാനമൊന്നുമില്ല. അപ്പോൾ ഒരു വെള്ളപ്പൊക്കം കഴിയുമ്പോൾ പലരുടെയും കൃഷിഭൂമി നദിയായി മാറിയിട്ടുണ്ടാവും. മുമ്പ് നദിയായ സ്ഥലം ചിലപ്പോൾ കരഭൂമിയായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ വലിയ വെള്ളപ്പൊക്കമാണ് വരിക, ഒരു എക്കൽ മണ്ണ് ഒഴുക്കിക്കൊണ്ട് വരിക. അതിൻ്റെ മറ്റൊരു ഉത്കണ്ഠ, ഈജിപ്തിൽ അങ്ങനെ മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ്. മഴ പെയ്യാത്ത ഒരു പ്രദേശമാണ്. അവിടെയാണ് അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അപ്പോൾ മഴ പെയ്യാതെ അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അത് കൃഷിഭൂമിയെ തകർക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് എപ്പോഴാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പ്രകൃതിയെ നിരീക്ഷിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ആളുകളുടെ കയ്യിൽ. അവര് ഭൂമിയെയും ആകാശത്തെയും നിരീക്ഷിച്ചു. ആ നിരീക്ഷണത്തിൽ അവർ കണ്ട ഒരു സംഗതി, ആകാശത്ത് ഇന്ന് നമ്മൾ സിറിയസ് എന്ന് വിളിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് ഈ സമയത്ത് നിങ്ങൾക്ക് കാണാം, ആകാശത്ത് കാണാവുന്ന നക്ഷത്രമാണ്. ആ സിറിയസ് നക്ഷത്രം സൂര്യൻ്റെ ഒപ്പം ഉദിക്കുന്ന ദിവസമാണ് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. മഴയില്ലാതെ ഒരു മഹാനദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അത് വളരെ രൂക്ഷമാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാതിരിക്കുമ്പോൾ ഈ കൊല്ലം സിറിയസ് നക്ഷത്രം സൂര്യൻ്റെ ഒപ്പം ഉദിച്ച ദിവസം വെള്ളപ്പൊക്കം ഉണ്ടായി. അടുത്ത കൊല്ലം എന്ത് സംഭവിക്കും? അപ്പോൾ തുടർച്ചയായി വീണ്ടും കാത്തിരിക്കുകയാണ്, ആകാശത്തെ നിരീക്ഷിച്ചത്. അടുത്ത വർഷവും സിറിയസ് നക്ഷത്രം സൂര്യൻ്റെ ഒപ്പം ഉദിക്കുന്ന ദിവസം നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. തുടർച്ചയായി അത് നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന മനുഷ്യൻ എന്തായിരിക്കും എത്തിച്ചേരുന്നതെന്ന്. ഈ സിറിയസ് നക്ഷത്രം എന്തോ അമാനുഷിക ശക്തിയുള്ള ഒരു സംഗതിയാണ്. അന്ന് സിറിയസ് തന്നെ പേരുണ്ടായിരുന്നില്ല. ആ നക്ഷത്രം ഒരു അമാനുഷികമായ എന്തോ ശക്തിയുണ്ട്. ഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ, നമ്മളെയൊക്കെ കുഴപ്പത്തിലാക്കാൻ പറ്റുന്ന ഒരു കഴിവ് അതിനുണ്ട് എന്ന് ആളുകൾ വിചാരിക്കും. അങ്ങനെ തന്നെ വിചാരിച്ചോ. 2 തവണ സിറിയസ് നക്ഷത്രം സൂര്യൻ്റെ ഒപ്പം ഉദിക്കുന്ന ദിവസങ്ങൾക്കിടയിലുള്ള ദിവസങ്ങൾ അവർ എണ്ണി രേഖപ്പെടുത്തി. അങ്ങനെയാണ് 365 ദിവസം, അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിൽ 66 അങ്ങനെ ഏകദേശം ആ ദിവസങ്ങളിൽ ഈ പ്രതിഭാസം ആവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ അത്രയും ദിവസങ്ങൾ കൊണ്ട് ഒരു താളവട്ടം പൂർത്തിയാവുന്നുണ്ട് എന്ന് കണക്കാക്കാം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് നൈൽ നദിയുടെ ഉത്ഭവസ്ഥാനത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകും. നൈൽ നദി ഉത്ഭവിക്കുന്ന ഈജിപ്തിൽ നിന്നല്ല, പുറത്തുനിന്നാണ്. അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് കൊണ്ട് ആ വെള്ളപ്പൊക്കമാണ് ഈജിപ്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെടുക. പക്ഷേ അത് കൃത്യമായി സംഭവിക്കുന്നത് നക്ഷത്രം ഉദിക്കുന്ന ദിവസമാണ് എന്ന് മാത്രമേ ഉള്ളൂ. 2 തരത്തിൽ അതിനെ ആളുകൾക്ക് സമീപിക്കാം. ഒന്ന്, ഈ നക്ഷത്രവും വെള്ളപ്പൊക്കവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പഠിക്കാം.
അല്ലെങ്കിൽ ഈ നക്ഷത്രം ഒരു ദൈവമാണ് എന്നും ആ ദൈവത്തിന് വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ കഴിവുണ്ട് എന്നും വിശ്വസിക്കും. രണ്ടാമത്തെ ഉത്തരവെടുത്താൽ നിങ്ങൾ തൃപ്തരായി. ആദ്യത്തെ ഉത്തരമാണ് എടുക്കുന്നതെങ്കിൽ ഒരുപാട് അന്വേഷണങ്ങൾ വേണ്ടിവരും. രണ്ടാമത്തെ ഉത്തരവെടുത്താൽ ഈ നക്ഷത്ര ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള പൂജകളാവും, അനുഷ്ഠാനങ്ങളാവും, ആചാരങ്ങളാവും ഒക്കെ. ആദ്യത്തെ ഉത്തരവെടുക്കുന്നവർ ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല എന്ന് കണ്ടെത്തും. അത് ഒരു നക്ഷത്രത്തിന് എങ്ങനെയാണ് ഇവിടെ ഭൂമിയിൽ ബലം പ്രയോഗിക്കാൻ കഴിയുക എന്നുള്ള വിശദമായ പഠനത്തിലേക്ക് പോകുന്നത്. അത് തമ്മിൽ ബന്ധവുമില്ല എന്ന് കണ്ടെത്തുന്നവർ പിന്നീട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് വെള്ളപ്പൊക്കം എന്ന് പിന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം കിട്ടിയ ഉത്തരത്തിൽ തൃപ്തരാവുകയും ആ ഉത്തരം കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. ആദ്യം ഏതൊരാൾക്കും ആ ഉത്തരമേ കിട്ടും. ആ ഉത്തരത്തിൽ തൃപ്തരാവുകയും ആ ഉത്തരമാണ് അന്തിമമായ ശരി എന്ന് വിചാരിക്കുകയും ചെയ്താൽ അത് ഒരു വിശ്വാസമായി രൂപപ്പെടും. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവുന്നതിലും പ്രശ്നമൊന്നുമില്ല. കാരണം അങ്ങനെയാണ് മനുഷ്യന്റെ അറിവ് ആരംഭിക്കുന്നത്. ഏത് കാലത്തും, ഈ കാലത്തും അങ്ങനെ തന്നെയാണ്. ഈ കാലത്തും പ്രാഥമികമായി കിട്ടുന്ന നിരീക്ഷണ ഫലത്തിൽ നിന്നും എത്തിച്ചേരുന്ന ഒരു അനുമാനത്തിൽ നിന്നാണ് അറിവ് ആരംഭിക്കുന്നത്. ബാക്കി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ അനുമാനം എന്ത് ചെയ്യും? ഒരു അനുമാനം രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ എന്താ ചെയ്യുക? അത് ശരിയാണോ എന്ന് പരിശോധിക്കും അല്ലേ? അവിടെ നിന്നാണ് പിന്നത്തെ ഉള്ള സയൻസ് തുടരുക, ആരംഭിക്കുക, മുന്നോട്ട് പോകുന്നതാണ്. അത് ശരിയോ തെറ്റോ എന്ന് പരീക്ഷിക്കാനുള്ള പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും അത് പരിശോധിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു കാലത്ത് മനുഷ്യൻ നിരവധിയായിട്ടുള്ള ഇത്തരം സാങ്കല്പിക ഉത്തരങ്ങളിൽ എത്തിച്ചേരുകയും ആ ഉത്തരങ്ങളൊക്കെ ശരിയാണെന്ന് വിചാരിക്കുകയും അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പലതരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പക്ഷെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇത് ഇവരൊന്നുമല്ല ചെയ്യുന്നത്, ഇത്തരം അഭൗമശക്തികളല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പിന്നീട് മനസ്സിലാവും. അതിപ്പോ ഈജിപ്തുകാരുടെ ഉദാഹരണം വേണ്ട, നമ്മുടെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു ഉദാഹരണം, വസൂരി ഉണ്ടാവുന്നത് ഒരു 40 കൊല്ലം മുമ്പ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ, സാധാരണ ഗ്രാമങ്ങളിൽ, 40 കൊല്ലം എന്ന് പറയുന്നത് എൻ്റെ ചെറിയ പ്രായം എന്നതുകൊണ്ടാണ്, നമുക്ക് കേൾക്കാവുന്ന കാര്യം. ധാരാളം ആളുകൾ അത് കാളിയുടെ കോപം കൊണ്ടാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അമ്മ വിളയാട്ടം എന്നാണത് പറയുക. കാളി കോപിച്ചു കഴിഞ്ഞാൽ കാളി വന്നിട്ട് ഒരു വിത്ത് വിതയ്ക്കും. ആ വിത്താണ് വസൂരിയായി ആളുകളുടെ ശരീരത്തിൽ ഇങ്ങനെ പൊങ്ങി വളരുന്നത് എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ ധാരാളമുണ്ട്, ഒരുപാട് പേര്. അതുകൊണ്ട് വസൂരി രോഗം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കാളി പൂജയാണ്. കാളിയുടെ കോപം ശമിപ്പിക്കുക എന്നുള്ളത്. ഇത് കാളി ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് ഒരു പ്രത്യേക മതത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ വന്നുപെടും. അങ്ങനെ വേണ്ട. ഓരോ മതവും ഇതിന് വ്യത്യസ്തമായ കാരണങ്ങൾ സങ്കല്പിച്ചിരുന്നു. ഓരോന്നും ഇതുപോലെയാണ്, പ്രാദേശികമായിട്ടാണെന്ന് മാത്രം. സെന്റ് സെബാസ്റ്റ്യൻ പ്രീതി വന്നില്ലെങ്കിൽ വസൂരി ഉണ്ടാവും. ചങ്ങനാശ്ശേരിയിലും ചേർത്തലയിലും. ബാക്കിയെടുത്തുണ്ടാവണമെന്നില്ല. എന്താ കാരണം? ചങ്ങനാശ്ശേരിയിലും ചേർത്തലയിലും ഉള്ള 2 പ്രധാനപ്പെട്ട പള്ളികളിൽ സെന്റ് സെബാസ്റ്റ്യനാണ്. അവിടെ വസൂരി വന്നാൽ അതിന്റെ കാരണം ആ പുണ്യവാളൻ കോപിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം, വസൂരി ഉണ്ടാകുന്നത് അങ്ങനെ ആരെങ്കിലും വിളയാടുന്നത് കൊണ്ടല്ല. അത് ഒരു രോഗാണു ഉണ്ടാക്കുന്ന രോഗമാണ് തിരിച്ചറിയുകയും ആ രോഗാണുവിനെ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ രോഗം ഇല്ലാണ്ടായി. അപ്പൊ ഇങ്ങനെ അഭൗമ ശക്തികളാണ് ചെയ്തിരുന്നത് എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും പിന്നെ അവരല്ല ചെയ്യുന്നത്. മഴയുണ്ടാക്കുന്ന ഒരു ദൈവമാണ് വിചാരിച്ചിരുന്നത്, ഒരു ദേവനാണ്. ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, ലോകത്ത് എവിടെ നോക്കിയാലും മഴ പെയ്യിക്കാനൊരു ദൈവമുണ്ട്. മരങ്ങൾ, കൃഷി മെച്ചപ്പെടുത്താൻ ഒരു ദൈവമുണ്ട്. കടലിന് ഒരു
ദൈവമുണ്ട്, അല്ലേ? കാടിന് ഒരു ദൈവമുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ലോകത്തെല്ലാ രാജ്യത്തെയും ആദിമ ജനത അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ മഴ പെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ത് വേണം? ഈ ദൈവത്തെ അവിടുന്ന് നീക്കം ചെയ്യണം. പക്ഷെ അക്കാലമായപ്പോഴേക്കും അങ്ങനെ നീക്കം ചെയ്യാൻ കഴിയാത്ത വിധം ഈ ദൈവം എന്ന ആ പ്രത്യേക ദൈവം എന്ന വിശ്വാസം മനുഷ്യ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞു. എടുത്തു മാറ്റാൻ പറ്റും. ഉറച്ചുകൾ. മാർക്സിന്റെ ഒരു വാക്കില്ലേ, പ്രസിദ്ധമായ ഒരു വാക്യം, ഒരു ആശയം സമൂഹത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ ആശയത്തിന് ഒരു ഭൗതിക ശക്തിയായി പ്രവർത്തിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു ഭൗതിക ശക്തി പോലെ ആ ആശയം പ്രവർത്തിക്കും. ദീർഘകാലം കൊണ്ട് ഇങ്ങനെ ഉറഞ്ഞുകൂടിയ വിശ്വാസം യഥാർത്ഥമല്ല, ശരി അതല്ല എന്ന് മനസ്സിലായിട്ടും പിന്നെയും തുടർന്നു. കാലക്രമേണ ആ വിശ്വാസങ്ങൾക്കൊക്കെ സംഘടിത രൂപം ഉണ്ടായി. അതിന് പുരോഹിതന്മാരുണ്ടായി. പുരോഹിതന്മാർക്കും ജനങ്ങൾക്കും ഇടയിലുള്ള ഇടത്തട്ടുകാരുണ്ടായി. അതിന് സംഘടിത രൂപം കൈവന്നു. അതോടുകൂടി നമുക്കതിനെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയാതെ. അങ്ങനെ കഴിയാതെ വന്നപ്പോൾ നിങ്ങൾക്ക് 2 തരം അറിവുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും 2 തരം അറിവ്. ഒരറിവ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചതാണ്. 1-ാം ക്ലാസ് മുതൽ ഇപ്പോൾ നിങ്ങൾ ഗവേഷണം ചെയ്യുന്ന സ്ഥലം വരെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ധാരാളം അറിവുകൾ. 2ാമത്തെ അറിവ് നിങ്ങൾ ജനിച്ചു വീഴുമ്പോൾ മുതൽ നിങ്ങളുടെ വീട്ടിൽ നിന്നും ആ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്നും കിട്ടുന്ന അറിവാണ്. ആദ്യത്തേത് സ്കൂൾ ടെക്സ്റ്റാണ്. 2ാമത്തേത് ലോക്കൽ ടെക്സ്റ്റാണ്. ഇതിലേതിനായിരിക്കും നമ്മളെ സ്വാധീനിക്കാൻ കഴിയും? ലോക്കൽ ടെക്സ്റ്റാണ്. എന്താ കാരണം? അത് സ്വാഭാവികമായ ഒരു സംഗതി എന്നതുപോലെ മനസ്സിലേക്ക് വരുന്നതാണ്. അത് നമ്മളെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതാണ്. സ്കൂളിൽ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നതാണ്. എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ പോകുമായിരുന്നില്ല, അല്ലേ? ഇപ്പോൾ നിങ്ങൾ പോകുന്നത് മറ്റൊരു രൂപത്തെ കാണുന്നതുകൊണ്ടാണ്. 1-ാം ക്ലാസ്സിൽ ചേരുമ്പോൾ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ പോകില്ല, ഒരു കുട്ടിയും പോകില്ല. പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതും വളരുന്നത്. അപ്പൊ അതുകൊണ്ട് സ്കൂളിന് ചുറ്റും കിട്ടുന്ന വീടിന് ചുറ്റും കിട്ടുന്ന അറിവ് സ്വാഭാവികമായ ശരിയായ അറിവാണ്. അതിങ്ങനെ മനസ്സിലേക്ക് വന്നത്. വിദ്യാലയത്തിൽ കിട്ടുന്ന അറിവ് ഉത്തമമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയോ ജോലി കിട്ടാൻ വേണ്ടിയോ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയോ പഠിക്കുന്നതാണ്. ഇങ്ങനെ അറിവിനെ 2ആയി വിഭജിച്ചുകൊണ്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു ഉദാഹരണം ചൊവ്വ ഗ്രഹത്തെക്കുറിച്ചാണ്. ചൊവ്വ ഗ്രഹം ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ഇന്റർനെറ്റ് നോക്കിയാൽ മതി, ദൂരം കിട്ടും. ആ ഗ്രഹത്തിന്റെ വലിപ്പം കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല. ചില സമയത്ത് അത് നന്നായി ചുവന്ന് ആകാശത്ത് കാണും. നമുക്ക് നഗ്നനേത്രം കൊണ്ട് നോക്കിയാൽ കാണാവുന്ന പോലെ ആകാശത്ത് തന്നെ കാണാം ചൊവ്വ. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഇല്ലാത്ത ചില സവിശേഷതയുണ്ട് ചൊവ്വയ്ക്ക്. എന്താണ്? ചില സമയത്ത് അത് പുറകോട്ട് പോകും. എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാം മുന്നോട്ടാണ് പോകുന്നത്. ചില സമയത്ത് ഈ ചൊവ്വ പുറകോട്ട് പോകും. അപ്പൊ ചൊവ്വ പുറകോട്ട് പോകുന്നത് നമുക്ക് കാണാം. ഒരു ദിവസം നോക്കുന്നതിന്റെ അവിടെയല്ല, പുറകോട്ട് പിന്നിലാണ് ചൊവ്വ കാണപ്പെടുന്നത്. അങ്ങനെ പുറകോട്ട് പോവുക ശരിക്കും പുറകോട്ട് പോകും. ശരിക്കും പുറകോട്ട് പോയാൽ മറ്റേ ഗുരുത്വബലവും അല്ലേ, അത് മുഴുവൻ തെറ്റായി പോയില്ലേ, സിദ്ധാന്തം മുഴുവൻ തെറ്റായി പോകും. അപ്പൊ പുറകോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ പുറകോട്ട് പോകുന്ന കാണാം. അപ്പൊ ഇങ്ങനെ ചുവപ്പ് നിറത്തിൽ കാണുന്നു. അത് ചില സമയത്ത് പുറകോട്ട് പോകുന്നു, ചില സമയത്ത് പ്രകാശം മങ്ങിക്കാണുന്നു, ചില സമയത്ത് നല്ല പ്രകാശത്തിൽ കാണുന്നു. ഇങ്ങനെ മറ്റ് ഗ്രഹങ്ങൾക്കില്ലാത്ത വണ്ണം നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. ഒരുപാട് വികൃതി കാണിക്കും. അതുകൊണ്ട് ചൊവ്വയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. ആര് തീരുമാനിക്കും?
എല്ലാ മനുഷ്യരും ആദ്യം അങ്ങനെ തീരുമാനിക്കും, ഇത് കാണുന്നവരൊക്കെ. പക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് പോയി എന്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നോക്കുന്നവർക്ക് വേറെ ഉത്തരം കിട്ടും. എന്താ സംഗതി? ചൊവ്വ ഭൂമിയോട് അടുത്തുള്ള ഒരു ഗ്രഹമാണ്. 2 ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയാണോ ചൊവ്വയാണോ സൂര്യൻ്റെ അടുത്തുള്ളത്? നിങ്ങൾ ആ ക്രമത്തിൽ എന്നെ നോക്കിയാൽ മനസ്സിലാവും. ഭൂമി കഴിഞ്ഞിട്ടാണ് ചൊവ്വ അല്ലേ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഏതാണ് സൂര്യൻ്റെ അടുത്തുള്ളത്? ഭൂമിയാണ് അല്ലേ? അഥവാ ഭൂമിക്ക് ഒരു ചെറിയ വട്ടമേ കറങ്ങാനുള്ളൂ, ചൊവ്വയ്ക്ക് ഒത്തിരി കൂടി വലിയ വട്ടമാണ്. ഭൂമിക്ക് ചെറിയ വട്ടമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ചില സമയത്ത് ഈ ഭൂമി വന്നിട്ട് ചൊവ്വയെ മറികടന്ന് മുന്നോട്ട് പോകും ചില സമയം. മറ്റൊരു വലിയ വട്ട കറങ്ങണം. അപ്പോൾ ഓവർടേക്കിംഗ് എന്ന് പറയാം. ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്താ പറ്റുക? അപ്പുറത്തുള്ള ഗ്രഹം എന്ത് ചെയ്യും? പിന്നോട്ട് 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 കാണപ്പെടും. അങ്ങനെയാണ് ഈ പുറകോട്ട് പോവുക എന്ന് പറയുന്നത്. ശരിക്കും പുറകോട്ടല്ല, പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അപ്പോഴേക്കും ഈ ഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വലിയ വിശ്വാസം രൂപപ്പെട്ടു. എന്ത് വിശ്വാസമാണ്? ആകാശഗോളങ്ങളെയൊക്കെ വെച്ചിട്ട് ഒരു വലിയ വിശ്വാസം രൂപപ്പെട്ടല്ലോ. എന്താണ്? ജ്യോതിഷം ഉണ്ടായി അല്ലേ? ആരാണ് ഈ ഫലഭാഗ ജ്യോതിഷം? ജ്യോതിഷം വെച്ചിട്ട് ആളുകളുടെ ഭാവിയെക്കുറിച്ച് പറയുന്ന ഫലഭാഗ ജ്യോതിഷം ഇന്ത്യയിൽ കൊണ്ടുവന്നത്? നമ്മുടെയൊക്കെ വിചാരം ഇത് ഇന്ത്യയിൽ പണ്ടുപോലെ ഉണ്ടായിരുന്നൊരു സംഗതിയാണ് അല്ലേ? ചില ആളുകൾ ഇപ്പോൾ തന്നെ അത് പറയുകയും ചെയ്യും, ഇതൊക്കെ നമ്മളുടെ ആർഷഭാരതത്തിന്റെ സങ്കല്പമാണ്, പുരാതന ഇന്ത്യയുടെ വിജ്ഞാനമാണെന്നൊക്കെ പറയും. സത്യത്തിൽ ഇത് കൊണ്ടുവന്നത് ഗ്രീക്കുകാരാണ്. അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ജ്യോതിഷികളാണ് ഈ പണി ഇവിടെ കൊണ്ടുവന്നത്. അവരിത് വെച്ചിട്ട് ആളുകളുടെ ഭാവി പ്രവചിക്കാനും ജീവിതം പ്രവചിക്കാനും ഒക്കെ തുടങ്ങി. ഗ്രീക്കുകാർ യുദ്ധപ്രിയന്മാരാണ്. ലോകം കീഴടക്കാൻ വേണ്ടി ഒരാൾ അവതരണമെങ്കിൽ അവർ അത്രമാത്രം യുദ്ധം ആഗ്രഹിക്കുന്നവരാണ്, ഒരുപാട് യുദ്ധം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ ആകാശത്ത് കാണുന്ന ഈ വികൃതിയായ ചുവപ്പ് നിറമുള്ള ചൊവ്വ യുദ്ധത്തിന്റെ ദേവനാണെന്ന് അവരങ്ങ് തീരുമാനിച്ചു. അവര് ഇവിടെ വന്നപ്പോൾ അതിവിടെയും അവതരിപ്പിച്ചു, ഇത് യുദ്ധത്തിന്റെ ദേവനാണ്. അതുകൊണ്ട് ഈ ദേവൻ ചില കുഴപ്പങ്ങളുണ്ടാകും. ഇത് മാത്രമല്ല, മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും ഇങ്ങനെ ഓരോരോ കാര്യം അവർ കൽപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ചൊവ്വയെക്കുറിച്ച് നിങ്ങൾ എന്തെല്ലാം പുസ്തകത്തിൽ പഠിച്ചാലും എന്തെല്ലാം ശാസ്ത്രീയ വിവരങ്ങൾ പഠിച്ചാലും അനേക നൂറ്റാണ്ടുകളായി മനസ്സുകൾ ഇങ്ങനെ കൈമാറി വന്ന ചൊവ്വയെക്കുറിച്ചുള്ള ഈ യുദ്ധത്തിന്റെ ദേവനാണ്, അത് ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് പോകും എന്നൊക്കെയുള്ള വിശ്വാസം അവിടെ വിശ്വാസമായി നിൽക്കും. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് എഴുതില്ല. അത് നമ്മളിവിടെ പഠിച്ച കാര്യം തന്നെ. ഇത് നമ്മൾ 2 വെച്ചിരിക്കുക, ബോധപൂർവ്വം 2 നമ്മൾ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ചൊവ്വ പുറകോട്ട് പോകുന്നതിന് ഈ ജ്യോത്സ്യന്മാര് ചൊവ്വയുടെ മന്ദഗതി എന്നുള്ളത്. അങ്ങനെ മന്ദഗതി ഉണ്ടാവില്ല, കാരണം ഈ ചുറ്റുന്നത് ഒരേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഫലമായിട്ട് ഒരിക്കലും വേഗത മാറ്റം വരില്ല. പക്ഷെ ഇത് മന്ദഗതിയാണല്ലോ. ചില സമയത്ത് ചൊവ്വ മങ്ങിക്കാണപ്പെടും. അപ്പൊ ജ്യോത്സ്യം പറയും ചൊവ്വയ്ക്ക് ശക്തി ക്ഷയിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം ഈ ശക്തി ക്ഷയിച്ച കാണുന്നെങ്കിൽ ചൊവ്വയുടെ ശക്തിയൊന്നും അങ്ങനെ നമുക്ക് വരില്ല. എന്താ ശക്തി ക്ഷയിക്കാനുള്ള കാരണം, മങ്ങാനുള്ള കാരണം? ഇത് സൂര്യനെ ചുറ്റുകയാണല്ലോ, വട്ടം കറങ്ങാണ്. അപ്പൊ ചില സമയത്ത് ഇത് ഭൂമിയോട് അടുത്ത് വരും. ചൊവ്വയും ഭൂമിയും സൂര്യന്റെ ഒരേ വശത്താണെങ്കിൽ 2 അടുത്തടുത്തായിരിക്കും. ഇത് കറങ്ങുന്ന വഴിക്ക് ഒരെണ്ണം ഇപ്പുറത്ത് വന്ന് അപ്പുറത്താണെങ്കിൽ ഒരുപാട് ദൂരെയാണ് കാണുന്നത്. അപ്പൊ ദൂരെയുള്ളപ്പോൾ അത് മങ്ങിയിരിക്കും. തോളൂ ഇത് ജ്യോത്സ്യം അറിയാത്തത് കൊണ്ട് ജ്യോത്സ്യം പറയും ഈ സമയത്ത് ചൊവ്വയ്ക്ക് ശക്തിയില്ല, അതുകൊണ്ട് കുഴപ്പമുണ്ടാകും. ഞാൻ പറയാൻ വന്നത്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പെൺകുട്ടിയുടെ കല്യാണപ്രായം ആകുമ്പോൾ ജ്യോത്സ്യം പറയുകയാണ് ചൊവ്വാദോഷമുണ്ട് എന്ന് പറഞ്ഞാൽ തീർന്നു അല്ലേ? അപ്പോ ചൊവ്വയെക്കുറിച്ച് പഠിച്ചതെല്ലാം അവിടെ മാറ്റി ഈ സംഗതി. ഇനി നിങ്ങൾ ആരെങ്കിലും പറയാണ് ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ചൊവ്വ ഇങ്ങനെയാണ്, അതിനിങ്ങനെ മനുഷ്യനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ വീട്ടിൽ അപ്പനും അമ്മയും പറയും അതൊക്കെ പള്ളിക്കൂടത്തിൽ പഠിച്ച കാര്യം, അതവിടെ ഇരിക്കട്ടെ എന്ന് പറയും. ഇങ്ങനെ അറിവിനെ, വിജ്ഞാനത്തെ 2 വിഭജിച്ച് നിർത്തിയിട്ട് പരമ്പരാഗത വിശ്വാസങ്ങളിലൂടെ കിട്ടുന്ന അറിവ് സ്വാഭാവിക അറിവാണ്, അത് യഥാർത്ഥമാണ് എന്ന് വിചാരിക്കുന്ന മനസ്സിന്റെ ഒരു ഭാഗം നമുക്കുണ്ട്. നമുക്കാർക്കും അതിൽ നിന്ന്
അപ്പോൾ പെട്ടെന്ന് മോചിപ്പിക്കപ്പെട്ടു പോകാൻ കഴിയില്ല. അത്തരം ചില വിശ്വാസങ്ങളില്ലെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ ഈ വിശ്വാസം നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നുള്ളതല്ല, നമ്മുടെ എല്ലാ ജീവിത പ്രവർത്തനങ്ങളിലും ഈ വിശ്വാസത്തിന്റെ ചില ഘടകങ്ങൾ ഇങ്ങനെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കും. ദേവി എന്ന സങ്കല്പം. ശരി, അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വരാം അല്ലെ. ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? അപ്പോ കേട്ടിട്ടുണ്ട് അല്ലെ. ചൊവ്വാദോഷത്തിൽ ജ്യോത്സ്യം പറയുന്നത് ചൊവ്വാദോഷമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നവൻ മരിച്ചു പോകുന്നു. ഇതാണ് വിശ്വാസം അല്ലേ. അങ്ങനെ വന്ന പിന്നെ ആരും ഒരു പരീക്ഷണത്തിന് മുതലുമില്ല. വേണ്ട, മരിക്കുന്ന കാര്യം പരീക്ഷണം വേണ്ടത്, വേറെ വഴി നോക്കിയേക്കാം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ശരിക്കും എന്താ ജ്യോത്സ്യനപ്പോൾ ഒരു പലക എടുത്ത് വെച്ചിട്ട് ഒരു പടം വരച്ച് കാണിക്കും അല്ലേ. ഒരു ജാതകം വരച്ച് കാണിക്കും. ജാതകം വരച്ചിട്ട് ചൊവ്വയുടെ സ്ഥാനം കാണിക്കും. ജ്യോത്സ്യം പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല, കഥയിലെങ്കിലും കേട്ട് കാണും. അഷ്ടമത്തിൽ ചൊവ്വ അല്ലേ, ചിലപ്പോൾ സപ്തമത്തിൽ ചൊവ്വ. എന്താ അഷ്ടമത്തിൽ ചൊവ്വ എന്ന് പറഞ്ഞാൽ? അഷ്ടമം എന്ന് പറഞ്ഞാൽ 8 എട്ടാമത്തെ ഒരു സ്ഥാനത്ത് ചൊവ്വയുണ്ട്. എപ്പോ? കുട്ടി ജനിക്കും. അല്ലെങ്കിൽ സപ്തമത്തിൽ ചൊവ്വയാണെങ്കിൽ 7ാമത്തെ ഭാഗത്ത് ചൊവ്വയാണ്. അപ്പൊ ആകെ എത്ര ഭാഗം കാണും? അല്ല, 12. എങ്ങനെ 12 ഭാഗം? അത് മുമ്പേ പറഞ്ഞ പോലെ സയൻസാണ് കേട്ടോ, സയൻസാണ്, ആകാശ നിരീക്ഷണമാണ്. സൂര്യൻ ഒരു സമയത്ത് ഉദിച്ചു വരുമ്പോൾ ആ ഉദിക്കുന്ന സൂര്യന്റെ പശ്ചാത്തലത്തിൽ ഒരു കൂട്ടം നക്ഷത്രങ്ങളെ കാണാം. എല്ലാം ഉണ്ടല്ലോ അല്ലേ. ഒരു 30 ദിവസം ശരാശരി സൂര്യൻ ആ നക്ഷത്രക്കൂട്ടത്തിന്റെ അടുത്ത് കാണും. അടുത്ത ദിവസം സൂര്യൻ മറ്റൊരു നക്ഷത്രക്കൂട്ടത്തിന്റെ കൂടെയാണ് ഉദിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും സൂര്യൻ എവിടുന്ന് അങ്ങോട്ട് പോയി. സൂര്യൻ എവിടുന്ന് അങ്ങോട്ട് പോയതല്ല, ഭൂമി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് കൊണ്ട്. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഈ സ്റ്റാൻഡും മൊബൈൽ ഫോണും നോക്കുകയാണ് എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ കാണുന്നത് അവിടെ ഇരിക്കുന്ന 2 പേരുടെ പശ്ചാത്തലത്തിലാണ് അല്ലേ. ഞാൻ ഇവിടെ നിന്നിട്ടാണ് ഈ ഫോൺ നോക്കുന്നെങ്കിലോ ഫോണിന്റെ പിന്നിലുള്ളത് ആ 2 പേരാണ് അല്ലേ. ഞാൻ അവിടെ നിന്നിട്ടാണ് നോക്കുന്നെങ്കിൽ ഫോണിന്റെ പിന്നിലുള്ളത് ഇവിടെ ഇരിക്കുന്ന ആളിലായിരിക്കും. ഇത്രേ ഉള്ളൂ കാര്യം. ഇങ്ങനെ സൂര്യൻ പല സമയത്ത് ഓരോ നക്ഷത്രക്കൂട്ടത്തിന്റെയും കൂടെ ഉദിക്കുന്നതായി കാണപ്പെടും. അങ്ങനെ 12 നക്ഷത്രക്കൂട്ടമുണ്ട്. ആ 12 നക്ഷത്രക്കൂട്ടം വെച്ചിട്ടാണ് നമ്മൾ മാസങ്ങളെ എണ്ണാൻ തീരുമാനിച്ചത്. ഇത്രേ ഉള്ളൂ. അപ്പോ 1ാമത്തെ നക്ഷത്രക്കൂട്ടത്തിന് ആ നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു ചിത്രം വരച്ച് നോക്കിയപ്പോൾ പണ്ടത്തെ ആളുകൾക്ക് ഒരു സിംഹത്തിന്റെ തലയാണ് കിട്ടിയത്. സിംഹത്തിന്റെ ചിത്രം പോലെ തോന്നി. അവര് ആ കൂട്ടത്തിന് ചിങ്ങം എന്ന് പേരിടുകയും സൂര്യൻ അവിടെ നിൽക്കുന്ന സമയത്തിന് ചിങ്ങമാസം എന്ന് വിളിക്കുകയും ചെയ്തു. ഓരോ നക്ഷത്രക്കൂട്ടവും ഓരോ രാശിയാണ്. ഇനി ഭൂമി ഇങ്ങനൊന്ന് കറങ്ങുന്നത് കൊണ്ട് ഈ രാശി എല്ലാം എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഇങ്ങനെ ആകാശത്ത് വന്ന് പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പൊ 12 രാശി. ഒരു കുഞ്ഞ് ഏത് സമയത്ത് ജനിച്ചാലും ഉദിക്കുന്ന ഒരു രാശി ഉണ്ടായിരിക്കും അല്ലേ. ഏത് സമയത്താണെങ്കിലും. കാരണം ഓരോ 2 മണിക്കൂറിനും 2.5 മണിക്കൂറിനും ഓരോ 2 മണിക്കൂറിനും ഒരു രാശി വീതം ഉദിച്ചുകൊണ്ടിരിക്കും. ആകെ 12 രാശിയാണ്, 24 മണിക്കൂറാണ്. അപ്പൊ കുഞ്ഞ് ജനിക്കുമ്പോൾ ഉദിക്കുന്ന രാശിക്ക് ജ്യോത്സ്യന്മാരൊരു പേര് പറയും. ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്റെ പേര് ലഗ്നം. ഇതാണല്ലോ. അപ്പൊ ലഗ്നം ചിങ്ങം രാശിയാണ്. ലഗ്നം അതിന്റെ അർത്ഥം എന്താ? കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ രാശിയാണ് ഉദിച്ചത്. എന്നിട്ട് ജ്യോത്സ്യൻ അവിടെ നിന്ന് എണ്ണും. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക, ധനു, മകരം, കുംഭം, മീനം, മേടം എന്നിട്ട് 7ാമത്തെ രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ജ്യോത്സ്യൻ പറയും സപ്തമത്തിൽ ചൊവ്വ. ആകെ 12 രാശിയല്ലേ ഉള്ളൂ. അപ്പോൾ 6 രാശി മുകളിലുണ്ടാവും, 6 രാശി താഴെ ഉണ്ടാവും അല്ലേ. നമ്മൾ മുകളിൽ താഴെയായിട്ട് സങ്കല്പിച്ചാൽ 7ാമത്തെ രാശി എവിടെയായിരിക്കും? അപ്പോൾ ഉദിക്കുന്ന രാശി ലഗ്നമാണെങ്കിൽ ലഗ്നത്തിൽ നിന്ന് 7ാമത്തെ രാശി എവിടെയായിരിക്കും? അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ആകെ 12 ഉള്ളൂ. 6 നേരെ മുകളിൽ വരും, പിന്നത്തെ 6 താഴെ വരും. 7ാമത്തെ രാശി. അപ്പോ ഒരു കുഞ്ഞിന് ചൊവ്വാദോഷം ഉണ്ടെന്ന് ജ്യോത്സ്യം പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ചൊവ്വ അസ്തമിക്കുകയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് ജനിച്ചാൽ ഭയങ്കര കുഴപ്പമാണ്.
ഇതാണ് പ്രശ്നം. അഷ്ടമത്തിൽ ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വ അസ്തമിച്ചിട്ട് 2 മണിക്കൂർ കൂടി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ ഈ ചൊവ്വാദോഷം ദീർഘകാലമായി നമ്മുടെ കഥകളിൽ, നോവലുകളിലൊക്കെ ഇങ്ങനെ പഠിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അത് യഥാർത്ഥത്തിൽ ജീവിതത്തെ നേരെ വരുമ്പോൾ നമുക്കൊരു ചെറിയ സംശയം വരും, അല്ലേ? ഇനി എങ്ങാനും നമ്മൾ പഠിച്ചത് തെറ്റാണെങ്കിൽ, എങ്ങാനും അതാണ് ശരിയെങ്കിൽ ഒരു പരീക്ഷണം വേണ്ടല്ലോ. നമ്മളെല്ലാം ജീവിതം സേഫാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്വാഭാവികമായി വിശ്വാസം അവിടെ തന്നെ അങ്ങ് തുടരും, അത് പോകുന്നു. ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ അനേക കാലമായി തുടരുന്നു. ഈ വിശ്വാസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ, ഭാഷയിൽ, നമ്മളുടെ പ്രണയത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പല രൂപത്തിൽ സ്വാധീനം. ദേവി എന്നുള്ള സങ്കല്പം. ആരാ ദേവി? ദേവി ആരാ? ദേവി മഹാമായ അമ്മ എന്നൊക്കെ വിളിക്കൂലേ, അല്ലേ? അങ്ങനൊരു സങ്കല്പമുണ്ട്, അല്ലേ? നിങ്ങൾ ദേവി എന്നുള്ള സങ്കല്പം അങ്ങ് മനസ്സിൽ നിന്ന് കളഞ്ഞിരിക്കട്ടെ. നിങ്ങൾ ഒരിടത്തും ഇനി ആ സങ്കല്പം ഉപയോഗിക്കില്ല എന്ന് വരും. മുഴുവൻ എടുത്ത് കളഞ്ഞു, അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്യും. സാധനം ഇല്ല. 1971 എനിക്ക് 4 വയസ്സായി. അന്ന് ഇറങ്ങിയ ഒരു സിനിമയിലെ ഒരു പാട്ട് അക്കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അന്ന് 4 വയസ്സുള്ള ഞാൻ പോലും ആ പാട്ട് കേൾക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്നത്തേതിനേക്കാൾ, അല്ലേ? ഇന്ന് ഒരുപാട് പാട്ട് കേൾക്കാൻ സൗകര്യമുണ്ടാവും. അങ്ങനെ അപ്പം സൗകര്യമൊന്നും ഇട്ടാണ്. ആകെ കൂടി റേഡിയോയോ അല്ലെങ്കിൽ വല്ല പൊതുസമ്മേളനമൊക്കെ നടക്കുമ്പോൾ റെക്കോർഡ് വെക്കുന്നുണ്ട്. എന്നിട്ട് പോലും അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ പാട്ട് ഓമനാളെ കണ്ടു ഞാൻ പൂങ്കിനാവി, താരങ്ങൾ പുഞ്ചിരിച്ച നീരാലാവി. ആ പാട്ടിലെ ഒരു വരി, ഞാൻ തൊടുന്ന കോവിലിലെ ദേവിയാണ് അവർ. നിങ്ങൾ ദേവി എന്നുള്ള സങ്കല്പം ഒന്ന് കളഞ്ഞാൽ ഈ വരിയില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ആ ദേവിയെ കുറിച്ച് യൂസഫ് അലി കേച്ചേരിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്യം അതാണ്. അതല്ലാതെ ആ ദേവിയെ പരിചയപ്പെടുത്താൻ പറ്റില്ല. ഇങ്ങനെ പരിചയപ്പെടുത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു സങ്കല്പം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഇത് പോവാൻ നമുക്ക് ഇഷ്ടമില്ല, ഇത് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഒരുപാട് സൗകര്യമുണ്ട് ഈ സങ്കല്പം, അതുകൊണ്ടും കൂടിയാണ് ഇത് പോവാത്തത്. ഇത് ദേവിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന തെറ്റായ വസ്തുതകളെ വിശ്വസിക്കാൻ നമുക്കിഷ്ടമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നു. ഉദാഹരണമായിട്ട് നിങ്ങൾ ഇന്റർനെറ്റ് എടുത്തിട്ട് അലക്സാണ്ടർ ഗ്രഹാംബെല്ലിനെ കുറിച്ച് സെർച്ച് ചെയ്താൽ അത് വേണ്ട, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നൊരു സാധനമാണ് ഹലോ എന്ന വാക്ക്. എങ്ങനെയാണ്? ഹലോ. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരം വളരെ രസമാണ്. ആ ഉത്തരം ഇങ്ങനെയാണ്: അലക്സാണ്ടർ ഗ്രഹാംബെല്ലിന് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവളുടെ പേര് മാർഗരറ്റ് ഹലോ എന്നായിരുന്നു. അതുകൊണ്ട് ഗ്രഹാംബെൽ ടെലിഫോൺ കണ്ടുപിടിച്ചിട്ട് ആദ്യം ചെയ്തത് തൻ്റെ കൂട്ടുകാരിയെ വിളിക്കുകയാണ്, ഹലോ എന്ന് വിളിച്ചു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഫോൺ എടുക്കുമ്പോൾ ഉണ്ടോ, എന്ത് നല്ല സങ്കല്പം അല്ലേ, എന്ത് മനോഹരമായ സങ്കല്പമല്ലേ. ഒരു കാമുകന് തൻ്റെ കാമുകയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഇനി ലോകമുള്ള കാലം മുഴുവനും ആ പേരും ആ വാക്കും നിൽക്കും, അല്ലേ? ഇത് നമ്മളെല്ലാം ഇത് ശരിയാണെന്ന് വിശ്വസിക്കണം നമുക്കെല്ലാം ഇഷ്ടം. ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മൾ സമ്മതിക്കില്ല, അല്ലാതെ ശരിയാണെങ്കിൽ നന്നായി വരുന്നില്ല. പക്ഷെ അലക്സാണ്ടർ ഗ്രഹാംബെല്ലിന്റെ ജീവിതം മുഴുവൻ നോക്കിയാലും അദ്ദേഹത്തിന് ഹലോ എന്ന ഒരു കൂട്ടുകാരി ഉള്ളതായി ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ടെലിഫോണിലൂടെ ആദ്യം പറഞ്ഞ വാക്യം എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ്? മിസ്റ്റർ വാട്സൺ കം ഹിയർ. മിസ്റ്റർ വാട്സൺ അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ അടുത്ത മൊബൈലാണ് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഈ ഉപകരണം പ്രവർത്തിപ്പിച്ച് നോക്കുന്നത് അങ്ങനെയാണ്. അപ്പുറത്ത് നിന്നിട്ട് അപ്പുറത്തുള്ള വാട്സണോട് വാട്സൺ കം ഹിയർ, ഇതാണ് ആദ്യം പറഞ്ഞ വാട്സൺ. പക്ഷെ മുമ്പേ പറഞ്ഞ കഥ മുഴുവൻ ഇന്റർനെറ്റിലെ നിരവധി സൈറ്റുകളിൽ പോയിക്കൊണ്ടിരിക്കുകയും അതെല്ലാവരും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു ആഗ്രഹമുണ്ട്, ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകരുത്. അതൊരു നല്ല സങ്കല്പം. ഈ സങ്കല്പങ്ങളെ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് മുമ്പേ പറഞ്ഞ അമാനുഷിക ശക്തികൾ. ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഉൾക്കണ്ട. നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നാർക്കും
വേണമെങ്കിൽ പറയാം അല്ലേ. ഇപ്പൊ മാർക്സ് ഒക്കെ പറഞ്ഞില്ലേ, ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ വർഗ സമരം ഉണ്ടാവും, വിപ്ലവം ഉണ്ടാവും അല്ലേ, തൊഴിലാളി വർഗ അധികാരത്തിൽ വരും. എങ്ങനെ അത് പറയണേ? ഭാവിയിൽ അങ്ങനെ സംഭവിക്കുമെന്ന് മാർക്സിന് എന്താ ഉറപ്പ്? നിലവിലുള്ള സമൂഹത്തിന്റെ ഘടനയെ വിശകലനം ചെയ്ത് പരിശോധിച്ച് അതിനകത്തുള്ള സാമൂഹ്യ ശക്തികൾ എന്തെല്ലാമാണെന്ന് നോക്കി അവിടെ ഉണ്ടാകുന്ന സംഘർഷം എന്താണെന്ന് നോക്കിയിട്ട് അവസാനം ആർക്കാണ് വിജയം എന്ന് പറയുക. പക്ഷെ അങ്ങനെ അതൊക്കെ വളരെ ദീർഘകാലത്തെ മാറ്റമാണ്. നാളെ ഇപ്പൊ എന്താ പറ്റുകയെന്ന് ചോദിച്ചാൽ അല്ലേ, നാളെ എന്ന് മാത്രമല്ല, ഇതിപ്പോ അടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത സമയത്ത് എന്തായിരിക്കും സംഭവിക്കാൻ നമുക്കറിയാം. അതേസമയം നമുക്ക് എല്ലാവർക്കും നിശ്ചിതമായ ഒരു കാര്യം അറിയാം, സംഭവിക്കും ഉറപ്പുള്ളൊരു കാര്യമാണ്. അതെന്താണ്? ജീവിതം മുഴുവൻ അനിശ്ചിതമാണ്. പക്ഷെ എല്ലാവർക്കും നിശ്ചിതമായി അറിയാവുന്ന ഒരു കാര്യമുണ്ട് അവരെ സംബന്ധിച്ച്. എന്താണ്? മരണം അല്ലേ? അവിടെ എത്തും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പോ നമ്മുടെ ഉള്ളിൽ മരണത്തെ കുറിച്ച് ഒരു പേടി എപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കും. അത് പോവില്ല, കാരണം അത് യാഥാർത്ഥ്യം. അതിനെ മറികടക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോഴുള്ള ഒരു സംവിധാനം വെച്ചിട്ടും പറ്റില്ല, മറികടക്കാൻ പറ്റില്ല. അതേസമയം നമ്മുടെ വരാൻ പോകുന്ന ഭാവി എങ്ങനെയാണ് എന്ന കാര്യം നമുക്ക് ഉത്കണ്ഠയും. ഈ ഉത്കണ്ഠയെ മറികടക്കണം. ഈ ഉത്കണ്ഠയെ മറികടക്കണമെങ്കിൽ ഒരു മനുഷ്യനും സഹായിക്കാൻ പറ്റും ഈ ഉത്കണ്ഠ മറികടക്കണം. അതുകൊണ്ട് മനുഷ്യാതീതമായ ചില ശക്തികൾ ഉണ്ടാവും. മനുഷ്യാതീതമായ ചില ശക്തികൾക്ക് മാത്രമേ ഈ ഉത്കണ്ഠയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എന്താവണം? പൂർണ്ണമായും ഒരു സയന്റിഫിക് ജീവിയാണ് അല്ലേ? എല്ലാ ചിന്തകളും മാറ്റി, ഭാവനകളൊക്കെ മാറ്റി, ഭയവും ഉത്കണ്ഠയും ഒക്കെ മാറ്റി, കൃത്യം ഡേറ്റ എടുത്തിട്ട് ആ ഡേറ്റ വെച്ച് മാത്രം നിഗമനത്തിലെത്തി അത് വെച്ച് ജീവിക്കുന്ന ജീവികളായി തീരണം. അങ്ങനെ നമ്മളായിട്ടില്ല, ആവാനും പോകുന്നു. അപ്പൊ ഈ ഒരു ഉത്കണ്ഠ ഇങ്ങനെ മനസ്സിലുള്ളത് കൊണ്ട് അഭൗമ ശക്തികളിന്മേലുള്ള വിശ്വാസം തുടരും. ആ വിശ്വാസം കുറെ കാലം കൂടി നിൽക്കുകയും ചെയ്യും. ഈ വിശ്വാസം ഉപയോഗിച്ച് ആരെങ്കിലും നമ്മളെ ചൂഷണം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയാൽ അവർക്ക് നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റും. ഒരാൾ നിങ്ങളോട് പറയുകയാണ്, കയ്യിൽ ഒരു ചുവന്ന ചരട് കെട്ടിയാൽ ജീവിതത്തിന് ഐശ്വര്യം വരും. നമ്മളെല്ലാവരും ഐശ്വര്യം ആഗ്രഹിക്കുന്നുണ്ട്. കയ്യിൽ ഒരു ചുവന്ന ചരട് കെട്ടിയാൽ ഐശ്വര്യം വരുമെന്ന് പറയുമ്പോൾ അപ്പോൾ വിശ്വാസമൊന്നുമില്ലെങ്കിലും ഈ കെട്ടി നോക്കാമെന്ന് വിചാരിക്കും. നഷ്ടമൊന്നുമില്ല അല്ലേ? നഷ്ടമൊന്നുമില്ല. ഇനി നാട്ടുകാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുമില്ല. മറ്റുള്ളവരാരും അതിൻ്റെ മേൽ പരാതി പറയേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ ഒരു ചുവന്ന ചരട് കെട്ടി വന്നില്ലെങ്കിൽ വന്നില്ല, അതുപോലെ. പക്ഷേ അങ്ങനെ ഒരു ചരട് കെട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ ചരട് കെട്ടലിലൂടെ ചെയ്യുന്ന അതിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ ചരട് കെട്ടുമ്പോൾ എങ്ങനെയാണ് ഐശ്വര്യം വരുന്നത്, ചരടും ഐശ്വര്യവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കാനുള്ള നമ്മുടെ യുക്തിബോധത്തെ നമ്മൾ ആദ്യമേ അങ്ങ് മാറ്റിവെക്കും. അത് മാറ്റിവെച്ചാലേ പിന്നെ ഈ പരീക്ഷണത്തിന് അർത്ഥമുള്ളൂ. അതുണ്ടെങ്കിൽ ഇത് പരീക്ഷിക്കും. അപ്പോ ഒരു നിസ്സാരമായ വളരെ ചെറിയ ഒരു അന്ധവിശ്വാസം ആദ്യം ചെയ്യുന്നത് ചോദ്യം ചോദിക്കാനുള്ള നമ്മുടെ കഴിവിനെ നമ്മൾ സ്വയം വേണ്ടെന്ന് വെക്കുക. അങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഒരാൾ പറയുകയാണ്, ചരട് കെട്ടിയിട്ട് ഐശ്വര്യം വന്നില്ല, കുറച്ചുകൂടി ശക്തമായ എന്തെങ്കിലും ചെയ്യാം. അതിനൊരു കാര്യം ചെയ്യാം. ഒരു സ്ഥലം നിർദ്ദേശിച്ചിട്ട് അവിടെ പോയി ഒരു കോഴിയെ ബലി കൊടുത്താൽ ഐശ്വര്യം ഉണ്ടാകും. ആ രണ്ടാമത്തെ വാക്യം കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഒരു സംശയമൊക്കെ വരും. പക്ഷേ ആ സംശയത്തെ ശക്തമായി ഉന്നയിക്കാനുള്ള കഴിവില്ല. കാരണം ആ കഴിവ് നമ്മൾ ആദ്യമേ മാറ്റിവെച്ചു. ഈ ചരട് കെട്ടിയപ്പോഴേ ആ കഴിവ് മാറ്റിവെച്ചു. ഈ യുക്തിബോധത്തെ ആദ്യമേ എടുത്ത് മാറ്റിവെച്ചിട്ടാണല്ലോ ചരട് കെട്ടുക. അപ്പോൾ ചരട് കെട്ടുന്ന ബോധം അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ഒരു കോഴിയെ ബലി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാം. അങ്ങനെയുള്ള ഒരാളിനോട് നിങ്ങളൊരു മനുഷ്യനെ ബലി കൊടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിൽ കൂടുതൽ ഐശ്വര്യം കിട്ടും എന്ന് പറഞ്ഞാൽ ആളുകൾ ഈ അവസാനത്തെ മനുഷ്യ ബലിയിലേക്ക് എത്തുന്നത് ഇത്തരം നിരവധി നിരുപദ്രവമെന്ന് കരുതിയ അന്ധവിശ്വാസങ്ങളെ പിന്തുടർന്ന് വരുന്ന. പക്ഷെ അപ്പോഴും നമ്മളൊരു യുക്തിബോധം ചിന്തിക്കും. നിങ്ങൾക്ക് ഒരു പനി വന്നിരിക്കട്ടെ, ഒരു
ഒരു ആൾ ദൈവം വന്നിട്ട് പ്രാർത്ഥിച്ച് പനി മാറ്റാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സമ്മതിക്കും, അല്ലേ? അങ്ങനെ സമ്മതിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നിട്ട് അങ്ങനെ സംഭവിച്ചു എന്ന് എഴുതി അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തുന്നവരുണ്ട്, അല്ലേ? എനിക്ക് ഭയങ്കര പനിയായിരുന്നു, ഞാൻ എന്നിട്ട് കൃപാസനം തലക്കി വെച്ചിട്ട് കിടന്നു പണി, അപ്പോൾ നേരം വെളുത്തപ്പോൾ പനി പോയി, അല്ലേ? ഒരു ടീച്ചർ ഈയിടെ ഫേസ്ബുക്കിൽ പറയുന്നത് കേട്ടു, ഞാൻ PSC പരീക്ഷയ്ക്ക് പോയപ്പോൾ ഒന്നും പഠിച്ചിരുന്നില്ല, എനിക്കൊന്നും അറിയാൻ മേലായിരുന്നു, അല്ലേ? ഞാൻ കൃപാസനം മാതാവിനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എല്ലാ ഉത്തരവും ഇങ്ങനെ പറഞ്ഞു തന്നു, അല്ലേ എന്ന് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് കരുതുകയും ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇനി നിങ്ങളൊരു വണ്ടി അപകടത്തിൽപ്പെട്ടവരുടെ കൈ അങ്ങ് പോയില്ലേ, ഒരു കൈ അങ്ങ് മുറിഞ്ഞില്ലേ, നിങ്ങൾ കൃപാസനം മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കൈ തിരിച്ചു വിട്ടു, അല്ലെങ്കിൽ അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കൈ തിരിച്ചു തരാമെന്ന് ആരെങ്കിലും പറഞ്ഞൊന്നും സമ്മതിക്കും? സമ്മതിക്കില്ല. കാരണം പോയ കൈ പോയത് തന്നെ, അത് തിരിച്ചു വരില്ല നമുക്കറിയാം. അപ്പൊ നമുക്ക് ഈ പ്രാർത്ഥന ഇല്ലാതെ തന്നെ കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പ്രാർത്ഥന വഴി കിട്ടുള്ളൂ. ഒരാളുടെ കയ്യോ കാലോ മുറിഞ്ഞു പോയാൽ അത് പ്രാർത്ഥന കൊണ്ട് ആ അവയവം വളർന്ന് പഴയതുപോലെ ആവില്ല എന്ന് നമുക്കറിയാം. അത് ഏത് ആൾ ദൈവം വന്ന്, ഏത് പുരോഹിതൻ വന്നിട്ട്, അല്ലെ, ഏത് ധ്യാനക്കാരൻ വന്ന് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കും. പക്ഷെ ആ ഒരു പ്രാർത്ഥന ഇല്ലാതെ തന്നെ മാറ്റാൻ സാധ്യതയുള്ള രോഗങ്ങൾ മരുന്ന് കഴിച്ചിട്ടായാലും, അല്ലെങ്കിൽ ആ പ്രാർത്ഥന ഇല്ലാതെ നമുക്ക് നേടാൻ കഴിയാവുന്ന വിജയങ്ങൾ, പഠിച്ചിട്ടോ കോച്ചിങ്ങിന് പോയിട്ടോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന വിജയങ്ങൾ ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനെയും കൂടി, അങ്ങനെ നിരവധി 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 അന്ധവിശ്വാസങ്ങൾ മനുഷ്യ മനസ്സിൽ അനേക കാലമായി നിലനിൽക്കുന്നു. ആ അന്ധവിശ്വാസം അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം അത് സാധാരണയായ ഒരു സാമൂഹ്യ പ്രശ്നമൊന്നുമല്ല. പക്ഷെ ആരെങ്കിലും ആ അന്ധവിശ്വാസത്തെ ഉപയോഗിച്ച് ചൂഷണം ചെയ്യാൻ ഇറങ്ങിയാൽ, സാമ്പത്തിക തട്ടിപ്പിനോ അല്ലാതെ പലതരം ചൂഷണമാവാം, ചൂഷണങ്ങൾക്ക് ഇറങ്ങിയാൽ അതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് വ്യക്തിപരമായ ഒരു കാര്യം മാത്രമല്ല, ഇത്തരം അന്ധവിശ്വാസങ്ങളെ ബോധപൂർവം നിലനിർത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അത് ഇപ്പോഴത്തെ അഖിലേന്ത്യാ സാഹചര്യമാണ്, അല്ലേ? ഇപ്പോഴത്തെ അഖിലേന്ത്യാ സാഹചര്യമാണ്. ഇപ്പോഴത്തെ അഖിലേന്ത്യാ സാഹചര്യത്തിൽ അന്ധവിശ്വാസങ്ങളെ മനുഷ്യ മനസ്സിൽ ബോധപൂർവം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്തരം വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേന്ദ്ര ഗവൺമെന്റിനെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ആ വിശ്വാസമാണ് അവരുടെ അടിത്തറ. ആ വിശ്വാസം ഇല്ലെങ്കിൽ ആ പാർട്ടിയില്ല, ആ പ്രസ്ഥാനമില്ല. അതുകൊണ്ട് ശാസ്ത്രീയമായ അറിവിനപ്പുറത്ത് മിത്തുകളെ, കെട്ടുകഥകളെ, പുരാണങ്ങളെ സയൻസ് ആക്കി അവതരിപ്പിച്ച് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ സയൻസിനെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തമായ സംവിധാനം. അതുകൊണ്ടാണ് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയിൽ ഒരാൾ പറഞ്ഞത് 7000 കൊല്ലം മുമ്പ് വിമാനം ഉണ്ടായിരുന്നു. ഇത് പറയുന്നയാളിന് അറിയാം അങ്ങനെ ഇല്ല. കാരണം എന്താ? വിമാനം ഉണ്ടാക്കണമെങ്കിൽ വിമാനം ഉണ്ടാക്കാനുള്ള ലോഹം വേണം, ആ ലോഹങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള സാങ്കേതിക വിദ്യ വേണം, അവിടെ പ്രയോഗിക്കാനുള്ള ഇന്ധനം വേണം, ആ ഇന്ധനം എത്രമാത്രം എങ്ങനെ കത്തിയാൽ ഈ വിമാനം സഞ്ചരിക്കുമെന്ന് അറിയാൻ പറ്റണം. ഏറ്റവും ഒടുവിൽ വിമാനം ഭൂമിയിൽ നിന്ന് എത്ര ഡിഗ്രി കോണളവിൽ ചെരിഞ്ഞു മുകളിലേക്ക് ഉയർന്നാലാണ് വിമാനം ആകാശത്തേക്ക് പോവുക എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗണിത സമവാക്യവും അവതരിക്കും. ഇതൊന്നും 7000 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതെ ഈ വിമാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം അറിയാം. പക്ഷേ 7000 കൊല്ലം മുമ്പ് വിമാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ പറയുന്ന സയൻസ് ഉണ്ടല്ലോ, ആ സയൻസിനെ അംഗീകരിക്കുന്നില്ല, ആ സയൻസിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ പരീക്ഷണം, അതിന്റെ ലക്ഷ്യം അതാണ്. അത് ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറിയാണ് എന്ന് പറയുന്നത്, കൗരവന്മാരുടെ ജനനം ടെസ്റ്റ് ട്യൂബ് ശിശുക്കളുടെ ഉദാഹരണമാണ് എന്ന് പറയുന്നത്. അല്ല, ഇതൊക്കെ പറയുന്നത് നമ്മൾ ചിരിക്കാനല്ല, ഇതൊക്കെ പറയുന്നത് ആരാണ്? ശാസ്ത്ര കോൺഗ്രസിലെ ഇന്ത്യയിലെ പ്രമുഖരായ ശാസ്ത്രജ്ഞരാണ്. പിന്നെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഭരണാധികാരികളും ഒക്കെ, അല്ലേ? നമുക്ക് കേട്ടാൽ ചിരി വരില്ലേ? ആൺമയിലിന്റെ കണ്ണുനീര് കുടിച്ചിട്ടാണ് പെൺമയിൽ മുട്ടയിടുന്നത് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം, അല്ലെ, ശരിക്കും പറയുന്നയാൾ, അത് പറഞ്ഞ ജഡ്ജിയാണ് ഇത് പറഞ്ഞത്. ഇന്ത്യയിലെ ഒരു ജഡ്ജിയാണ് അങ്ങനെ പറഞ്ഞത്. മയിലിനെ എന്തുകൊണ്ടാണ് ദേശീയ പക്ഷിയായി നമ്മൾ കാണുന്നത്? അതുകൊണ്ടാണ് അതിനെ ആരാധിക്കുന്നത്. മയിൽ വളരെ ശുദ്ധിയുള്ള ജീവി, അത് ഇണ ചെയ്തില്ല. പകരം ആൺമയിലിന്റെ കണ്ണുനീരിൽ നിന്നാണ് പെൺമയിൽ ഉള്ളിൽ മുട്ട ഉണ്ടാകുന്നത് എന്നൊരു ജഡ്ജി പറയുമ്പോൾ
നിങ്ങൾ പഠിച്ചിട്ടുള്ള മുഴുവൻ ബയോളജിയെയും തിരസ്കരിക്കുകയാണ് അയാളുടെ ലക്ഷ്യം. അല്ലാതെ ഈ മൈലിന്റെ ദൈവികത പറയാനല്ല. ഇത് ബോധപൂർവമായി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇങ്ങനെ പുതിയ 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 അന്ധവിശ്വാസങ്ങളെ സയൻസാക്കി മാറ്റി ആളുകളുടെ യുക്തിബോധത്തെ തകർക്കുകയും, യുക്തിബോധത്തെ തകർത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും എനിക്ക് ഉത്തരം പറയാം. കാരണം നിങ്ങൾ ചോദിക്കുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞ ഒരു കാര്യം യുക്തിസഹമല്ല എന്ന് തോന്നുമ്പോൾ നിങ്ങളൊരു യുക്തി ഉപയോഗിച്ച് തന്നെ ചോദ്യം ചെയ്യും. നിങ്ങളുടെ യുക്തിയെ ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും എനിക്ക് ഉത്തരം പറയണ്ട. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി പത്രക്കാരെ കാണാത്തത്, അല്ലേ? ലോകത്ത് പത്രക്കാരെ കാണാത്ത, അങ്ങോട്ട് ഒരു ചോദ്യവും ചോദിക്കാൻ അനുവദിക്കാത്ത ഒരേ ഒരു ഭരണാധികാരി ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമാണ്. അദ്ദേഹം എല്ലാം റേഡിയോ പോലെ ഇങ്ങോട്ട് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അങ്ങനെ റേഡിയോ പോലെ ഇങ്ങോട്ട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കണമെങ്കിൽ കേൾക്കുന്നവർക്ക് ഒരു യുക്തിബോധവും ഉണ്ടാകാതിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ ശാസ്ത്രീയ തത്വങ്ങളെ, ശാസ്ത്രീയ സത്യങ്ങളെ ഒക്കെ നിഷേധിച്ചുകൊണ്ട് പഴയ കെട്ടുകഥകൾ ശരിയാണ്, വാസ്തവമാണ് എന്ന് പറയുന്നത്. ആ കെട്ടുകഥകൾ വാസ്തവമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരുപാട് പണം മുടക്കുന്നുണ്ട്. ഇപ്പൊ സരസ്വതി നദി എവിടെയായിരുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടി 40,000 കോടി രൂപയുടെ ഒരു പരീക്ഷണ പ്രോജക്റ്റ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സരസ്വതി നദി പുരാണങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു നദിയാണ്. അത് എന്നെങ്കിലും ഉണ്ടായിരുന്നതിന് ഒരു നിഗമനവുമില്ല. പക്ഷെ അത് ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പരീക്ഷണം. ഇനി അങ്ങനെ പരീക്ഷണം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതെങ്ങാനും ഉള്ളതാണെങ്കിലും ആണ് ദിവസവും അതിൻ്റെ മേൽ വാർത്ത വരുവിനി ഓരോ ശാസ്ത്രജ്ഞനും അതിന്റെ തെളിവുകളെ കുറിച്ചുള്ള സൂചന, ആ സൂചന ശരിയല്ല, അപ്പൊ വേറൊരു തെളിവ് പറയുന്നു. അങ്ങനെ ഇതിനെ ഒരു യാഥാർത്ഥ്യമാക്കി ഇങ്ങനെ നടത്താൻ പറ്റും. അങ്ങനെ മനുഷ്യരുടെ ശാസ്ത്രബോധത്തെ, യുക്തിബോധത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരം പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ നേരത്തെ തന്നെ കിടക്കുന്ന ചില അന്ധവിശ്വാസങ്ങളും ബന്ധപ്പെട്ടതിനെ വലുതായി ഇത് ഒരു ഭാഗം. അതിനെ മാത്രം കുറ്റം പറയാനാകട്ടെ. അത് ബോധപൂർവ്വം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. നമ്മളതിനെ കാണുകയും ആ പ്രവർത്തനങ്ങളെ നിഷേധിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ഒക്കെ വേണം. അത് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇനി അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ അവസരം, പണ്ട് എല്ലാ കേരളീയ ഗ്രാമങ്ങളിലും യക്ഷി പറമ്പുകളുണ്ട്. നിങ്ങൾ പക്ഷെ അത് കേട്ടിട്ടുണ്ടാവില്ല. യക്ഷി ഉള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് എത്ര പ്രായമുള്ളൂ? നിങ്ങളുടെ പ്രായത്തിൽ അതങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഒരു 40 കൊല്ലം മുമ്പ് എന്തായാലും ഉണ്ടായി. എൻ്റെ നാട്ടിലൊക്കെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അതുവഴി ആരും പോകില്ല. അവിടെ യക്ഷിയുണ്ട്. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ പാടില്ല, പോകില്ലല്ലോ. അതിലെ ആരെങ്കിലും പോയി എന്ന്, കുട്ടികൾ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ മുതിർന്നവർ അടിതരും, ആദ്യം അടിതരും, എന്നിട്ടാണ് പിന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ പോകാൻ പാടില്ല. ഇനി അവിടെ ഒരു പാല കൂടി ഉണ്ടെങ്കിൽ ഉറപ്പാണ് അതിൽ പോകാനേ പറ്റില്ല. യക്ഷി നിങ്ങളുടെ കുട്ടിക്കാരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേരളത്തിൽ ഒരു ഗ്രാമത്തിലും യക്ഷിയില്ല. ഈ യക്ഷി പറമ്പില്ല. യക്ഷി അമ്പലമുണ്ട്, അമ്പലത്തിൽ യക്ഷിയുണ്ട്. ഈ യക്ഷി പറമ്പില്ല. ആരാണ് ഈ യക്ഷിയെ തടച്ചത്? ഏത് കടമറ്റത്തെ കത്തനാരാണ്? KSEB ആണ്. വൈദ്യുതി വന്നു, ഇത് മാത്രമാണ്. വൈദ്യുതി വന്നു, എല്ലായിടത്തും തെരുവ് വിളക്കുകൾ വന്നു, ലൈറ്റ് വന്നു. പിന്നെ പണ്ടത്തെ പോലെ ആൾതാമസമില്ലാത്ത പുരയുടെ ഇപ്പോൾ ഇല്ല. എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് വിട്ട് തെളിച്ച് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ ഹോട്ടലോ പണിയും. അവിടെ ഒരു നല്ല റോഡ് വരും. റോഡ് വന്നാൽ പണ്ടൊക്കെ പേടിച്ച് നടന്നു പോയവരിപ്പോൾ ബൈക്കിൽ പാഞ്ഞു പോകും. ബൈക്കിൽ പോയാൽ യക്ഷി വരില്ല. സാങ്കേതിക വിദ്യ വികസിക്കുമ്പോൾ ഈ അന്ധവിശ്വാസം പതുക്കെ വിദ്യാഭ്യാസം പുരോഗമിക്കുമ്പോഴും ഈ അന്ധവിശ്വാസം പതുക്കെ ഇതൊരു സാധാരണ തത്വമാണ്. പക്ഷെ അങ്ങനെ പോയില്ല എന്നാണ് ഇപ്പോൾ കേരളം കാണിക്കണം. അങ്ങനെ പോയില്ല. അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ? അത് ആദ്യം പറഞ്ഞ കാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും കാണുന്ന പ്രതിഭാസങ്ങളെ വിമർശനപരമായി പരിശോധിച്ച് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നായിരുന്നില്ല പ്രാഥമിക വിദ്യാഭ്യാസം. അതിനാകെ കൂടി ഒരു ശ്രമം നടത്തിയത് 1996 പാഠ്യപദ്ധതി വന്നപ്പോഴാണ്. DPEP എന്ന് വിളിച്ച പാഠ്യപദ്ധതി വന്നപ്പോഴാണ്
ചുറ്റും കാണുന്ന കാര്യങ്ങളെ, നിങ്ങളുടെ സ്കൂളിന് ചുറ്റുമുള്ള നെൽപ്പാടം എന്തുകൊണ്ട് നികത്തി, നിങ്ങളുടെ സ്കൂളിന് ചുറ്റുമുള്ള നദി എങ്ങനെ, പുഴ എങ്ങനെ വരണ്ടുപോയി, എന്തിനാണ് ആ മരം വെട്ടിയത്, എന്തിനാണ് ഈ കുന്ന് വെട്ടിയത്, എന്തുകൊണ്ടാണ് പലതരം വീടുകളുള്ളത് എന്നൊക്കെ കുട്ടികൾ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിച്ച ഉത്തരത്തിലെത്തുന്ന ഒരു പാഠ്യപദ്ധതി 96 ആരംഭിച്ചത്. അത് ചെയ്തത് ചുറ്റുപാടും കാണുന്ന പ്രതിഭാസങ്ങളെ പരിശോധിച്ച് വിശകലനം ചെയ്ത് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്ന ഒരു ഉത്തരത്തിലേക്ക് എത്താനാണ്. അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് എത്തിയാൽ ആ ഉത്തരം കുട്ടിയുടെ സ്വന്തം ഉത്തരമായിരിക്കും. അത് കുട്ടി വിശ്വസിക്കും, അത് ശരിയാണെന്ന് സമ്മതിക്കും. മറിച്ച് അതേ കാര്യം തന്നെ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചാൽ, പാഠപുസ്തകത്തിൽ ഇത് കാണാതെ പഠിച്ചാൽ അത് പാഠപുസ്തകത്തിലെ ഉത്തരമാണ്, ജീവിതത്തിലെ ഉത്തരമാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതി, വിമർശനാത്മക ബോധന സമ്പ്രദായം എന്ന് വിളിക്കുക. അത് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ, പ്രപഞ്ചത്തെ, മനുഷ്യജീവിതത്തെ, അതിലെ പ്രതിഭാസങ്ങളെ ഓരോന്നിനെയും എടുത്ത് പരിശോധിച്ച് വിശകലനം ചെയ്ത് ഉത്തരത്തിലെത്തി അതിനെ പാഠപുസ്തകത്തിലെ അറിവാക്കി മാറ്റി സ്വന്തം അറിവാക്കി സ്വീകരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം അങ്ങനെ വരിക. ഒരു അറിവിനെ കുട്ടി സ്വയം നിർമ്മിക്കണം എന്നാണ്. ടെക്സ്റ്റിലുള്ള അറിവാണ്. ടെക്സ്റ്റിലുള്ള അറിവ് അങ്ങനെ എടുത്ത് പഠിക്കുകയല്ല, ടെക്സ്റ്റിലുള്ള അറിവിനെ കുട്ടി സ്വയം നിർമ്മിച്ചെടുക്കണം. ആ നിർമ്മിച്ചെടുക്കുന്നത് ഇത്തരത്തിലുള്ള വിമർശനത്തിലൂടെ ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ലോക്കൽ ടെക്സ്റ്റ് അല്ല, അല്ലെങ്കിൽ ലോക്കൽ ടെക്സ്റ്റിന് തന്നെ ശരിയായ രൂപം സ്കൂൾ ടെക്സ്റ്റിലേക്ക് വരും. അങ്ങനെ ചെയ്താൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ജീവിതത്തിൽ പ്രയോഗിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ പ്രയോഗിക്കണം എന്ന് ഞാൻ എൻ്റെ സ്റ്റാഫ് റൂമിൽ പറഞ്ഞപ്പോൾ ഒരു ടീച്ചർ ഞെട്ടിപ്പോയി. അയ്യോ, അത് ഭയങ്കര കുഴപ്പമാവില്ല. എന്താ കുഴപ്പമാവുക? അത് കുഴപ്പമാകുന്നത് അത് ഇമാതിരിയുള്ള പല വിശ്വാസങ്ങളും പതുക്കെ മാറ്റി വരും. അത് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പുതിയ സങ്കല്പം ഉണ്ടാക്കും. അതുകൊണ്ട് സയൻസ് മുന്നോട്ട് പോവുകയാണ്, ഒരുപാട് മുന്നോട്ട് പോവുകയാണ്. ഭൂമിയുടെ അതിർത്തിയും കടന്ന്, ആകാശം കടന്ന്, അല്ലേ, സൗരയൂഥവും കടന്ന് പ്രപഞ്ചത്തിൻ്റെ അതിരുകളിലേക്ക് പോയി ഒന്നിലധികം പ്രപഞ്ചങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ സയൻസ് വികസിച്ചു പോവുകയാണ്. ആ സയൻസ് നമ്മുടെ ഒപ്പം ഉണ്ട്. പക്ഷേ ആ സയൻസ് നമ്മുടെ ജീവിതത്തിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം നമുക്ക് ഇല്ല. അതാണ് വിദ്യാഭ്യാസ സംവിധാനവും ശാസ്ത്രവും തമ്മിലുള്ള ഇപ്പോഴത്തെ വൈരുദ്ധ്യം. അതേസമയം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് അതിനെ ഉപയോഗിച്ച് ശാസ്ത്രബോധത്തെ നിഷേധിച്ച്, അതിനെ ഉപയോഗിച്ച് അന്ധവിശ്വാസം വർദ്ധിപ്പിച്ച്, അതിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ശക്തി ഉണ്ട് താനും. അതിനെതിരെയുള്ള പ്രതികരണവും വേണം. 40 മിനിറ്റ് കഴിഞ്ഞു, അല്ലേ? ഒരുപാട് സമയം എടുത്തു.